വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് 8ാം ക്ലാസ്സിന് വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്നത് സോഷ്യൽ സയൻസ് ആയിരുന്നു. അതിന്റെ വർക്ക്ഷീറ്റ്സും ആൻസേഴ്സും ആണ് ഞാൻ ഇടാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, 3ാമത്തെ ചാപ്റ്ററായ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രറ്റ്സ്, ഭൗമരഹസ്യങ്ങൾ തേടി. അപ്പൊ നമ്മളിപ്പോൾ ഭൗമരഹസ്യങ്ങൾ തേടി നമ്മൾ 2ാമത്തെ എപ്പിസോഡ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ എപ്പിസോഡില് ക്രസ്റ്റ്, കോർ അതൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതിന്റെ വർക്ക്ഷീറ്റ്സും ആൻസേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ചാനലൊന്ന് സന്ദർശിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ഭൗമരഹസ്യങ്ങൾ തേടി. അതിന്റെ 2ാമത്തെ ക്ലാസ് ആയിരുന്നു ഇന്ന്. അതിന്റെ വർക്ക്ഷീറ്റാണ് ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ലിത്തോസ്ഫിയർ, പിന്നെ അസ്തനോസ്ഫിയർ. അപ്പോൾ ടീച്ചർ അവസാനം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. അതായത് പ്രിപ്പയർ എ നോട്ട് ഓൺ ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. അപ്പോൾ ഇപ്പം ഞാൻ തരുന്ന ആൻസേഴ്സ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനായിട്ട് എഴുതുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ കുറിപ്പ് തയ്യാറാക്കുക. നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ് ശിലാമണ്ഡലം എന്ന് നമുക്ക് നോക്കാം. ശിലാമണ്ഡലം ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. Lithosphere. What is lithosphere? The crust and the upper part of the mantle together form lithosphere. The crust and the upper part of the mantle together form lithosphere. Maximum thickness of the lithosphere is about 100 km. ശിലാമണ്ഡലത്തിന് ഏകദേശം 100 കിലോമീറ്റർ കനമുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താണ് അസ്തനോസ്ഫിയർ എന്ന് നോക്കാം. So what is asthenosphere? The part beneath the lithosphere where the materials exist in a partially molten state is known as asthenosphere. The part beneath the lithosphere where the materials exist in a partially molten state is known as asthenosphere. എന്താണ് asthenosphere? അതെ, ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ലിത്തോസ്ഫിയർ എന്നും അസ്തനോസ്ഫിയർ എന്നും മനസ്സിലാക്കി. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടതാണ് ശിലകൾ അഥവാ റോക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരു പ്രധാന പോയിന്റ് ആണ് ശിലകൾ അഥവാ റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിന്റെ ബാക്കി ചർച്ച ചെയ്യാം. സ്റ്റഡി ഓഫ് റോക്സ് പെട്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റോക്സിനെ കുറിച്ചുള്ള സ്റ്റഡി, ഇതേപോലെ ഏതൊക്കെ തരം റോക്സ് ഉണ്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതുപോലെ അങ്ങനെയൊക്കെ ഉള്ളത്, അതിനെ കുറിച്ചിട്ടുള്ള പഠനം എന്ന് പറയുന്നത് പെട്രോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ശിലകളെ കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത് പെട്രോളജി എന്നാണ്. അത് നമുക്ക് ചിലപ്പോൾ 8ാം ക്ലാസ്സിലെ എക്സാമിനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ PSCക്ക് വരെ ഇത് ഉപകാരപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് ഇതൊരു പ്രധാന പോയിന്റ് ആണ്. നമുക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ മനസ്സിൽ ഓർമ്മിച്ച് വെക്കാം. സോ പെട്രോളജി. We can see rocks of different colors and hardness. വ്യത്യസ്ത നിറത്തിലും കഠിനത്തിലുമുള്ള ശിലകൾ നമുക്ക് കാണാൻ കഴിയും. This diversity is due to its constituents. ശിലകളിലെ ഈ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. The constituents of rocks are called minerals. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളാണ് ധാതുക്കൾ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് കുറെ ടൈപ്പ് ഓഫ് റോക്സ് ആയിരുന്നു. എത്ര ടൈപ്പ് ഉണ്ടത്? അതെ, 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണത്? ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ്, അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സ്,
കായാന്തരിത ശിലകൾ മെറ്റമോർഫിക് റോക്സ്. ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകൾ ഇഗ്നിയസ് റോക്സ്, അവസാദ ശിലകൾ സെഡിമെന്ററി റോക്സ്, കായാന്തരിത ശിലകൾ മെറ്റമോർഫിക് റോക്സ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ആഗ്നേയ ശിലകളാണ്. എന്താണ് ആഗ്നേയ ശിലകൾ? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഫോർ എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്. What is igneous rocks? Igneous rocks are formed by the molten rock material, അതായത് ഉരുകിയ ശിലാദ്രവം, rising through the fissures, വിടവുകൾ. fissures എന്ന് പറഞ്ഞാൽ വിടവുകൾ എന്നാണ് അർത്ഥം. fissures in the crust and solidifying, തണുത്തുറയുന്നു. okay, solidifying either on the surface of the earth or within the crust itself. For example granite and basalt. Igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. For example, granite and basalt. As all other rock types are formed from the igneous rocks, they are called primary rocks. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നു. സോ ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് പ്രൈമറി റോക്സ് എന്ന് വെച്ചിട്ട്. അതായത് ആസ് ഓൾ അതർ റോക്ക് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ദി ഇഗ്നിയസ് റോക്സ്, ദേ ആർ കോൾഡ് പ്രൈമറി റോക്സ്. എന്താണ് പ്രാഥമിക ശിലകൾ? മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നു. ചിലപ്പോൾ ഇത് ആഗ്നേയ ശിലകളുടെ വേറെ പേര് എന്താണെന്ന് വെച്ചിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രൈമറി റോക്സ്, പ്രാഥമിക ശിലകൾ. ഇനി അടുത്ത ഒരു ശില നോക്കാം, അവസാദ ശിലകൾ. എന്താണ് അവസാദ ശിലകൾ? സോ ക്വസ്റ്റ്യൻ, എന്താണ് അവസാദ ശിലകൾ? കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ മീൻസ് വേസ്റ്റ് എന്ന് പറയാം, റെസിഡ്യൂ. ഓക്കെ, അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഉദാഹരണം മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. എന്താണ്? മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലുമാണ് ഇതിന്റെ ഉദാഹരണം. So what is sedimentary rocks? Rocks undergo weathering in course of time. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. The debris so formed will be deposited in the low regions as layers. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു. These materials gradually get lithified and transformed into sedimentary rocks. ഇവ ഉറച്ച് അവസാദ ശിലകളായി മാറുന്നു. So what is sedimentary rocks? Rocks undergo weathering in course of time. The debris so formed will be deposited in the low regions as layers. These materials gradually get lithified and transformed into sedimentary rocks. As the sedimentary rocks are formed in layers, they are also called stratified rocks. As the sedimentary rocks are formed in the layers, they are also called stratified rocks. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ എന്തുമായിട്ട് അറിയപ്പെടുന്നു? അതെ, അടുക്കുശിലകൾ എന്നും അറിയപ്പെടുന്നു. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കുശിലകൾ എന്നും അറിയപ്പെടുന്നു. സോ ഇത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, എന്താണ് അടുക്കുശിലകൾ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകളുടെ മറ്റൊരു പേരെന്താണ്? അത് അടുക്കുശിലകളാണ്. സോ സ്ട്രാറ്റിഫൈഡ് റോക്സ്.
ഇനി അടുത്ത നമ്മൾ പഠിച്ചത് എന്താണ് ഫോസിൽ എന്നാണ്. ഫോസിലുകൾ എന്താണ്? ഫോസിലുകൾ പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നു. ഇവയെ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. എന്താണ് ഫോസിലുകൾ? പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നു. ഇവയെ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. So what is fossils? The remains of ancient plants and animals found in sedimentary rocks are called fossils. The remains of ancient plants and animals found in sedimentary rocks are called fossils. Fossil fuels, fossil ഇന്ധനങ്ങൾ. അതായത് ഈ ഫോസിൽ അടിഞ്ഞ് ഉണ്ടാകുന്നതാണ്, അത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കുറച്ച് ഫ്യൂൽസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫ്യൂൽസിന് നമ്മൾ ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നുണ്ട്. അതായത് കോൾ, കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം എക്സെട്ര ഇവയൊക്കെ ഫോസിൽ ഫ്യൂൽസ് ആണ്. അതായത് ഫോസിലുകൾ അടിഞ്ഞുണ്ടാകുന്ന ഇന്ധനങ്ങളാണ്. അടുത്തത് നമ്മൾ പഠിച്ചത് അടുത്ത ശില എന്ന് പറയുന്നത് കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകൾ എന്താണ്? കായാന്തരിത ശിലകൾ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന് മാർബിൾ, സ്ലേറ്റ്. എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? മാർബിൾ, സ്ലേറ്റ്. What is metamorphic rocks? When rocks undergo physical and chemical changes due to high temperature and pressure, metamorphic rocks are formed. When rocks undergo physical and chemical changes due to high temperature and pressure, metamorphic rocks are formed. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച 3 റോക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് റോക്ക് സൈക്കിളിനെ കുറിച്ചിട്ടായിരുന്നു. നിങ്ങൾക്ക് ഇതറിയാം, ടീച്ചർ പറഞ്ഞതാണ്. ശിലാചക്രം ഓരോ ശിലകളിൽ നിന്ന് മറ്റ് ടൈപ്പ് ഓഫ് ശിലകളിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനൊക്കെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ശിലാചക്രം അഥവാ റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇത് നോക്കൂ. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ്. വിവിധ തരം ശിലകളെ കുറിച്ച് വിശദീകരിക്കുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോ വിവരിച്ച 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, 3 ടൈപ്സ് ഓഫ് ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിപ്പോ കാണിക്കാൻ കാരണം ലാസ്റ്റ് ടീച്ചർ ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ അത് എഴുതുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. സോ എന്താണ്? എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ്. വിവിധ തരം ശിലകളെ കുറിച്ച് വിശദീകരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ 3 ഓക്കെ. സൂചനകളിൽ നിന്ന് ശിലാരൂപങ്ങളെ തിരിച്ചറിയുക. ഇതാണ് അടുത്ത് തന്ന ഒരു ആക്ടിവിറ്റി. സൂചനകളിൽ നിന്ന് ശിലാരൂപങ്ങളെ തിരിച്ചറിയുക. പ്രാഥമിക ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില അടുക്കുശിലകൾ. എന്തൊക്കെയാണ് പ്രാഥമിക ശിലകൾ? കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില അടുക്കുശിലകൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആഗ്നേയ ശിലകളാണ്. എന്താണ്? ആഗ്നേയ ശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത് കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകൾ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില. ഇനി അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. Identify the rocks from the following hints. എന്തൊക്കെയാണ്? Primary rocks. These rocks are prominent in Kerala. Stratified rocks. Primary rocks is igneous rocks. These rocks are prominent in Kerala. ഏതാണ്? അതെ, metamorphic rocks. Stratified rocks അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അതെ sedimentary rocks ആണ്. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഞാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ അഭിപ്രായങ്ങളും അതൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.